ഹായ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സമയം വൈകുന്നേരം 4 മണിയായി കേട്ടാ. ചായ ഒന്നും കുടിച്ചില്ല. എന്നാലും ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമ എന്നോട് കുറേ ദിവസമായി പറയുന്നത് എനിക്ക് സത്യത്തിൽ മറന്നു പോകുന്നത്. വീട്ടിൽ കുറേ കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടെന്നല്ലോ സാധനങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് എന്തെല്ലോ കംപ്ലൈൻറ്റ് ആവുണ്ടോ വീട്ടിനുള്ളിൽ എല്ലാം ഞാനാ ശരിയാക്കി കൊടുക്കില്ല. ഞാൻ പറയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് കംപ്ലൈൻറ്റ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പുറത്തുനിന്ന് ഡയറക്റ്റ് ആളെ വിളിക്കാറ്. ഞാൻ എന്നോട് പറയാം ഫസ്റ്റ് എന്നെക്കൊണ്ട് പറ്റാത്തത് ഞാൻ ആളെ സെറ്റാക്കി തരും. അന്നേരം നമ്മുടെ സ്വന്തം വീടല്ലേ, നമ്മുടെ സ്വന്തം വീട്ടിൽ നമുക്ക് എന്താ പറയുക നമ്മളെ കൊണ്ടാകുന്നത് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്നെക്കൊണ്ട് പറ്റാത്തത് പുറത്തുനിന്ന് ആളെ കൊണ്ടുവരിക. കാരണം ഇവിടുത്തെ കറണ്ട് എന്നല്ല പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലത്തെ പോലത്തെ ഒന്നല്ല, ഭയങ്കര പവറുള്ള കറണ്ടും കാര്യങ്ങളാണ്. പിന്നെ അറിയാത്ത കാര്യങ്ങൾ മാത്രം എനിക്ക് 100% ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം മാത്രമേ ഞാൻ ചെയ്യലുള്ളൂ. അത്യാവശ്യം എല്ലാം ഞാൻ ചെയ്തു കൊടുക്കലുണ്ട്, ചെറിയ വർക്കുകളെല്ലാം. ഇപ്പം ഞാൻ വീട്ടിൽ പോയി നോക്കുമ്പോൾ എന്തെല്ലോ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ഒരു ഫാന് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, AC കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. AC എന്നെ കൊണ്ടാവും തോന്നുന്നില്ല, നോക്കാം. എന്തെങ്കിലും കറണ്ടാണെങ്കിൽ റെഡി ആക്കി കൊടുക്കാം. പിന്നെ കുറേ വെള്ളം ക്ലിയർ ആയിട്ട് വരുന്നില്ല, ഒരു ഹാങ്കർ അടിച്ചു കൊടുക്കാനുണ്ട്. അന്നേരം മാമൻ്റെ വീട്ടിലെ കുറച്ച് പണികളെല്ലാം ഇന്നത്തെ പരിപാടി. അതിലിടക്ക് ഒരു പണി എടുത്ത പൈസ കിട്ടാനുണ്ട്, അത് പോയി വാങ്ങിക്കണം, ചായ കുടിക്കണം. അന്നേരം ചെറിയൊരു വ്ളോഗ്. ഓക്കെ. ഈ ഷോപ്പിൽ നമ്മളെ സ്വന്തം നാട്ടുകാരുണ്ട്. എൻ്റെ റൂമിൽ ഇതിൻ്റെ തൊട്ട് ബേക്കിലാന്ന് കേട്ടോ. ഓന് വീട്ടിലേക്ക് മാറിയിട്ട് ഒരു വിവരം പറഞ്ഞില്ല എന്നോട് ഞാൻ ഇവിടെ ഉണ്ട്, ഒരു വിളി പോലും ഇല്ല. നമ്മളെ നാട്ടുകാരൻ, നമ്മളെ കൂട്ടുകാരൻ, അയൽവാസി ഓൻ പേരട്ട് ഓനാ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ചെക്കനോട്. കുറേ സമയത്ത് വരുന്നുണ്ടോ ഇനി? ഇങ്ങോട്ട് വാ നീ. വാലേക്കും സലാം. നീ എന്ത് മനസ്സിലാണാ? എന്ത് ബിസി ആയാലെന്നാന്ന്? കൈക്ക് മുറിച്ചേ അത് പോട്ട്, കൈ മുറിച്ചല്ല പോട്ടെന്താ. ഞാൻ വീടാ, എൻ്റെ വീട് വീടിയല്ലേ. നമ്മളെ നാട്ടുകാരൻ, നമ്മളെ അയൽവാസി, നമ്മളെ കളിക്കൂട്ടുകാരെല്ലാം. എന്നിട്ട് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു വിളിച്ചോളൂ എനിക്ക്. അതെന്നാ എപ്പോൾ മെസ്സേജ് അയച്ചിന്? കമന്റ് വീഡിയോയുടെ താഴെ കമന്റ് ഇട്ടാലോ എങ്ങനെയാ സൈഡ്? നീ വൈകുന്നേരം ഇവിടെ ഉണ്ടാവും നടക്കാറ്. കാരണം വൈകുന്നേരം അത് ഷവർമ വിൽക്കൽ തുടങ്ങുക. അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു പൈസ മേടിക്കാൻ പോകാനുണ്ട്. അങ്ങനെ ഇതിലൂടെ പോകുമ്പോൾ ഞാൻ അതിലൂട്ട് വളച്ച് വന്ന് നിന്നെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, എന്നാൽ ഷവർമ ഇപ്പം വേണ്ട, രാത്രി കഴിക്കാൻ വന്നിട്ട്. ഞാൻ ഇപ്പം ചായയും കുടിച്ച് ഞാൻ പോട്ടെ, പണി കഴിഞ്ഞിട്ട് തരാം. അത് ചായ എനിക്കൊരു ഇതും വേണം. നമുക്ക് ഇതിൻ്റെ അടിയിൽ നിന്ന് ഒരു ചായ കുടിക്കട്ടെ. ഒരു ചായ മതി, ചായ. അപ്പോൾ ഇതാണ് സെയ്തിൻ്റെ കട. അല്ല, സെയ്തിൻ്റെ കടയല്ല, സെയ്ത് പണിയെടുക്കുന്ന കട അല്ല. അതെ ഫേമസ് ആണെന്നറിയാം. ഹായ്, എന്തെല്ലാം വിശേഷം? സുഖമല്ലേ? എവിടെ നാട്ടിൽ? എടാ തിരുവനന്തപുരം. ഓ അടിപൊളി. നമ്മളെ അയൽവാസികളായിട്ടില്ല. ഞാൻ ഈടിയുണ്ട്. എന്നിട്ട് വിളിച്ചു പറഞ്ഞില്ല, ഓന് പണ്ട് വക്രയിലാണ്. എന്നിട്ട് ഇങ്ങോട്ട് വന്നത് പറഞ്ഞിട്ടില്ല എന്നോട്. ഒരു കടി വേണം. അത് എന്തെങ്കിലും കൊണ്ടാ. ഇതൊന്നും സാധനോടാ? തമറ. എനിക്ക് പ്ലെയിൻ മതി. പ്ലെയിൻ മതി. ചായ കുടിച്ച് അവർക്ക് സെയ്തിൻ്റെ കടയിൽ ഞാൻ ചായ കുടിക്കട്ടെ. അതെയാ, വീഡിയോ എല്ലാം കണ്ടിരുന്ന കാര്യം നീ എന്നെ ഒരു വിളിക്കണ്ടേ? അന്നേരം ചായ കുടിക്കട്ടെ. നല്ല തണുപ്പുണ്ട്. ടേസ്റ്റ് ചെയ്യുന്ന ചായയെല്ലാം കുടിച്ച് ഇനി ഞാൻ നേരെ ഒരു പണിയെടുത്ത പൈസ കിട്ടാനുണ്ട്. അതും കൂടി പോയി വാങ്ങിച്ചിട്ട് നമുക്ക് മാമൻ്റെ സാധനം പോയി വാങ്ങാം. നോക്കാം. അപ്പോൾ ഈ മജ്ലിസിൽ ഈ വീട്ടിലാണ് പണിയുണ്ടായിന്. ആ വീട്ടിലെ പണി കഴിഞ്ഞു. ഞാൻ പണിയെടുത്തതാണ്. അത് അതിൻ്റെ പൈസയും വാങ്ങിച്ചു. അപ്പോൾ ഇനി നേരെ നമുക്ക് ഇലക്ട്രിക് ഷോപ്പിലേക്ക് പോകണം. മാമൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അന്നേരം ആ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നേരെ മാമൻ്റെ അടുത്ത് പോയിട്ട് അത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാധനം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്ത സ്ഥലത്ത് തന്നെ വന്ന്. कैसा है? ठीक है, मेरे कुछ सामान चाहिए. मेरे को वो आउट फैन है ना, वो 8 इंच का चाहिए. अच्छा वाला, कमती प्राइस वाला, अच्छा वाला. हाँ, सेलेक्ट का नहीं, ये छोटा है ना, 8 इंच का है. 8 इंच का कितना है? 40 का रहेगा. मोदी का? हाँ, मोदी का 40 या 8 इंच का. हाँ, 2 दियो मेरे को. 2. और दूसरा चाहिए वो हमाम का पाइप है ना. സാധനം വാങ്ങിക്കട്ടെ കേട്ടോ, എന്നിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മളെ സാധനമെല്ലാം എടുത്തിട്ടുണ്ട്, കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം ബില്ലാക്കുന്നുണ്ടോ, അവൻ എന്തെല്ലോ വരുന്നുണ്ട്, നോക്കട്ടെ. എത്ര നോക്കിയാ?
लास्ट हो गया 100 करेगा तो खलास। 105 रियाल। 2-3 दुकान है मेरा, वो पूरा छोड़ के आप इधर आते हैं, आपका दुकान में है। 5 रियाल। लेकिन झगड़ा नहीं करेगा, आप बोलेगा वो देगा। 100 दे दो, 5 आप जो नाश्ता खाओ, चॉकलेट खाओ। ഓക്കെ, താങ്ക് യു. पकड़ी खाओ, मिष्टी चाट खाओ. അപ്പോൾ ഇതെല്ലാം കൂടി 100 രൂപ ആയത് മോശമില്ല, നല്ല പ്രൈസാണ് കേട്ടോ ഇവൻ്റെ. ഓക്കെ ഓക്കെ, ബൈ ബൈ. ഓക്കെ मेरा गाड़ी उतरे. അപ്പം വണ്ടി ഇടാ നമ്മളെ പാർക്കിങ്ങിൽ തന്നെ വെച്ച്. അപ്പോൾ മാമൻ്റെ വീട്ടിലെ കുറച്ച് സാധനം വിറ്റ് ചെയ്തെടുക്കട്ട്. ഇവിടെ കണ്ട നാരങ്ങ മരം ഉണ്ട് കേട്ടോ അവിടെ. പണ്ട് ആര് നട്ടതാമോ ഇവിടെ നമ്മളൊരു മലയാളി നബിസ്ത ഉണ്ടായിന്, ഓറിപ്പൻ്റെ വീഡിയോയിലും കാണലുണ്ട്, ഓർ നട്ടതാണെന്നറിയില്ല, അതുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം കണ്ട അത് കംപ്ലൈൻ്റ് ആയി, അതൊന്ന് മാറ്റി കൊടുക്കുക. അല്ല അത് വലുതായി പോയാ, ഞാൻ മനസ്സിൽ ചെറുതാ, വലുതായി പോയ പണി കിട്ടും. ഏതായാലും നോക്കട്ടെ, അത് ഉരുട്ട് വെച്ചിട്ട്. ഫുള്ള് കാച്ചറ പൊടിയാ. മാമ എന്നോട് പറഞ്ഞ് കൈൻ്റെ സുക്കറെല്ലാം മാറിയിട്ട് മാറ്റിയാൽ മതി. ഞാൻ പറഞ്ഞ കൈയെല്ലാം റെഡിയായിന്, മാറ്റിത്തരാം. ഈ സാധനം 3 സൈസ് ഉണ്ട്, 10 ഉണ്ട്, 8 ഉണ്ട്, 6 ഉണ്ട്. അങ്ങനെ ഞാൻ 8 വാങ്ങിച്ചില്ല, എനിക്ക് 8 തോന്നിയത്. സംഭവം 8 തന്നെയാണെന്ന് തോന്നുന്നു, 8 തന്നെയാണ്. 10 വലുതാ. ഇത് നമ്മളിതിനെ കൊണ്ട് അധികം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലല്ലേ ഇതിനെക്കുറിച്ച് അറിയാം. ഞാനിവിടെ പുറത്തു പോയാൽ ആരും ഇങ്ങനെ ചെയ്തെടുക്കണമെന്നില്ല, വേറെ വീട്ടിലത്തെ ഇതൊന്നും. ഈ വീട്ടിലത്തെ മാത്രമേ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യലുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തു പോയി വേറെ വീട്ടിൽ ചെയ്ത് കൊടുത്തിട്ട് അതെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ, കറണ്ട് മൊത്തം അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇതാവും. ഞാൻ എൻ്റെ വീട്ടിൽ മാത്രമേ ചെയ്യുള്ളൂ കേട്ടാ. ഇവിടെ നമുക്ക് ഒരു റൂം സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അന്നേരം എൻ്റെ കഫേയിൽ എനിക്ക് ഇവിടെ റൂമും ഫുഡും എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നതെന്ന് പറയുമ്പോൾ എനിക്കൊരു കാര്യം, അതിനുള്ള ഉപകാരം നമ്മൾ ചെയ്തു കൊടുക്കൽ നമ്മളെ ബാധ്യതയാണ്. അതിൻ്റെ ഉപകാരമായിട്ടാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുക. എന്ത് എന്ത് ചെയ്യാറാ ചെയ്യാറോ എന്ത്. അപ്പോൾ നമ്മളെ ഫാന് റെഡിയായി. അതിൻ്റെ ഒരു മൂടി ഉണ്ടല്ലോ, അത് ഇട്ടിട്ടില്ലല്ലോ. അതിൻ്റെ ഒരു മൂടി ഇട്ടിട്ടില്ല, അതിൻ്റെ ഒരു എംബ്ലം ഇട്ടിട്ടില്ല. അത് ഇട്ട് കഴിഞ്ഞാൽ മഞ്ചാവും, അതും കൂടി ഇട്ടെടുക്കുക. ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മൾ ഫാന് റെഡി ചെയ്യട്ടെ. ഫാന് ഫിറ്റ് ചെയ്ത് കൊടുത്ത് ഇവിടെ വന്നേരാന്ന് ഈ കംപ്ലൈൻറ്റ് പറയുന്നത്. ഇതിൻ്റെ വെള്ളം ഇങ്ങനെ ലീക്കാകുന്നുണ്ട് പോലും ഇവിടുന്ന്. ഇനി ഈ സാധനം ഞാൻ വാങ്ങിച്ചോണമെന്നില്ല, ഇത് പിന്നെ ഒരു ദിവസം ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ അടുത്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വെള്ളം മര്യാദയ്ക്ക് വരുന്നില്ല എന്ന് പറയുന്നത്. അന്നേരം നമ്മളെന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഈ സാധനം കുത്തി പൊട്ടിച്ചോക്കട്ടെ. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ സാധനം കുത്തി പൊട്ടിച്ചാൽ ചിലപ്പം വെള്ളം വരും. പോട്ടെ, വന്നല്ലോ മനമല. ഈ സാധനം പോയിട്ട് തന്നെ ഫോട്ടോ എടുക്കട്ടെ. വന്നല്ല, മതി, ഇത്രയേ വേണ്ടു. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോയിനി, ഇത് മാറ്റി കൊടുക്കലാണ്. ഇത് മൊത്തം സെറ്റടക്കം മാറ്റണം. സെറ്റടക്കം മാറ്റി കൊടുക്കട്ടെ. പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്, സെറ്റാക്കി കൊടുക്കട്ടെ, സെറ്റാക്കട്ടെ കേട്ടോ. അപ്പോൾ അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഇതെന്നെ കൊണ്ട് പറ്റില്ല. ഇത് വെറുതെ നമ്മൾ വർക്ക് ചെയ്തല്ല. അല്ല
ഞാൻ തൊടുമ്പോൾ വർക്കായല്ല. എന്തോ വർക്കായിട്ടുണ്ട്. വീട്ടിൽ സ്റ്റാൻഡ് ഊരി വണ്ണ് നേരെ ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അതോടെ എൻ്റെ പണി കഴിഞ്ഞ് ഇത് ഇവിടെ നിന്ന് സെറ്റാക്കി കൊടുക്കട്ടെ. അപ്പോൾ പണി ഫിനിഷായി. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിലൊന്നും അധികം കാണിച്ചു തരാൻ വേണ്ടി നിവർത്തിയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ച് തരുന്നതിന് പ്രശ്നമില്ല, നമുക്കിപ്പോൾ വീഡിയോ എടുക്കാം. പക്ഷേ എങ്കിൽ വീഡിയോ എടുത്തിട്ട് അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ, അതുകൊണ്ട് വീടിൻ്റെ ഉള്ളുകളും കാര്യങ്ങളൊന്നും അധികം കാണിച്ചു തരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് കുറച്ചിങ്ങനെ ഞാൻ വണ്ടിയിലിരിക്കുന്ന സമയത്ത് ഒരാൾ ഡിഷിൻ്റെ നമ്മളെ പ്രൊഫഷണൽ പണിക്ക് വിളിച്ചിട്ടുണ്ട്. അന്നേരം ആ വീട്ടിലും കൂടി ഒന്ന് പോവാം, അതും കൂടി തീർത്ത് കൊടുക്കട്ടെ. എന്താണ് പ്രശ്നം, പണി എന്താണെന്ന് അറിയില്ല, അവിടെ സിഗ്നൽ വരുന്നില്ല എന്ന് പറഞ്ഞത്. പോയി നോക്കട്ടെ. നല്ല വീടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ല, അപ്പം ഞാൻ പണീൻ്റെ സ്ഥലത്തെത്തി. ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ വലിയ വീടും അടിപൊളി വീടുമാണ്. അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. നല്ല പണിയാകട്ടെ, നല്ല പൈസ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കണേ. എന്തായാലും ആ മജ്ലിസിലേക്ക് വിളിച്ചിട്ടുണ്ട്, പോയി നോക്കട്ടെ. അപ്പം ഞാൻ വീട്ടിൻ്റെ മുകളിലെത്തി. ഇത് നോക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കി ഈ വയറ് ഫുള്ള് കംപ്ലൈൻ്റ് ആയതാ. ഇതാണ് പ്രശ്നം. വയറ് പക്ഷേ അതിലൂട്ടിയാണ് പോകുന്നത്. ഈ വയറ് മാറ്റി കൊടുക്കണം. എന്താ ചെയ്യുക? ആ വീട്ടിൻ്റെ അവിടെ നോക്കിയാൽ ഒരു കണിക്കൊന്ന പോലത്തെ പൂവുകൾ കണ്ടോ, എന്താ വൃത്തി നോക്കിയാൽ. ആയി നല്ല അടിപൊളി മൊഞ്ചുണ്ട് കേട്ടാ. താഴെ പോയിട്ട് വയറെടുത്തിട്ട് ഇരട്ടെ. വയറെടുക്കേണ്ടൊക്കെ പണിയുണ്ട്. കണ്ട ഈ കോണിമേലോട്ട് ഞാൻ കയറിയേ നോക്കിയാൽ. ഈ കോണിമേലോട്ട് ഇറങ്ങണം ഇപ്പോൾ. അപ്പോൾ വയറെല്ലാം മാറ്റിക്കൊടുത്ത് പണി മൊഞ്ചാക്കി ചെയ്തിട്ടുണ്ട്. ഡേസിക്ക് ചേഞ്ച് ആക്കി കൊടുത്തിട്ടുണ്ട്. ക്യാമറ ഒന്നും പ്രശ്നമൊന്നുമില്ല, എല്ലാം മൊഞ്ചാക്കി കൊടുത്തിട്ടുണ്ട്. താഴെ ഇറങ്ങിയിട്ട് പൈസ നല്ലവർക്ക് കിട്ടിയാൽ എനിക്ക് സന്തോഷമായി മടങ്ങിപ്പോകും, അല്ലെങ്കിൽ അവരൊരു അടിയാക്കേണ്ടി വരും. നോക്കാം, താഴേക്ക് ഇറങ്ങാനേ പണി കേട്ടാ. കോണി നോക്കിയാലോ, നോക്കാം. അപ്പോൾ അവിടുത്തെ പണി കഴിഞ്ഞു, പ്രശ്നമില്ല. പൈസ എല്ലാം കറക്റ്റായി തന്ന്. പക്ഷേ 500 റുപ്യ തന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ശമ്പളം കിട്ടുമ്പോൾ ഇവരെ പരിപാടി ഇതാണ്. 500 റുപ്യ 100 റുപ്യൻ്റെ പണിയായിരിക്കും, 150 റുപ്യൻ്റെ പണിയാണ്. ചില്ലറയില്ല. അല്ലോ എവിടെ പോയിട്ടും കിട്ടുന്നില്ല. ലാസ്റ്റ് ഞാൻ പോയിട്ട് അവിടുന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് അയാളോട് പറഞ്ഞു അതിനടുത്ത് ചെയ്യിച്ചില്ല. എന്നിട്ട് അവർ എവിടുന്നല്ലോ ചില്ലറ ഒപ്പിച്ചെന്ന്. അവരടുത്ത് ചെയ്യിച്ചില്ല, അവർ പറഞ്ഞു ചെയ്യിച്ചില്ല. ലാസ്റ്റ് എവിടുന്നല്ലോ ചില്ലറ ഒപ്പിച്ചെന്ന് ഇവനിക്ക് ബാക്കി കൊണ്ടുകൊടുത്ത്. കുറച്ച് ലൈറ്റായിന്, ഇവൻ പ്രശ്നമൊന്നുമില്ല. അന്നേരം ഇതാണ് ചെറിയ വീഡിയോ. അന്നേരം അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.